ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിക്ക് ബ്ലഡൊക്കെ കൊടുത്തിരിക്കുകയാണ് നയന. അതിനുശേഷം നേരിയ പുരോഗതിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ദേവയാനി അറിയുന്നില്ല നയനയാണ് ബ്ലഡ് കൊടുത്തതെന്ന്. അതിനുശേഷം സ്ഥിതി വീണ്ടും വഷളാകുകയും നയന ലിവർ കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യാണ് കേട്ടോ. അങ്ങനെ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീട്ടിൽ അയ്യപ്പൻ പാട്ടൊക്കെ നടക്കുന്ന സമയത്ത് പെണ്ണുങ്ങളാണ് കേട്ടോ ദേവയാനിയുടെ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ജലജയും അതുപോലെ ജാനകിയുമാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർ ഉള്ള എരിവ് കൂടി കയറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവയാനിക്ക്. ദേവയാനിയോട് പറയുന്നുണ്ട് നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്ന് തന്നെയായിരുന്നു, എന്നിട്ട് പോലും അവൾ ആ രക്തം തരാനായിട്ട് തയ്യാറായില്ല. അനാമിക മോൾ അതിന് തയ്യാറായിരുന്നു, പക്ഷെ മോൾക്ക് ആ സമയം വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ ജാനകി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എനിക്കറിയാം നയനെ അങ്ങനെ ചെയ്യില്ല എന്നറിയാം എന്ന് പറയാണ്. രണ്ടുപേരുടെ ഒരു ഗ്രൂപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴും ദേവയാനിക്ക് മനസ്സിലൊരു ചെറിയ സംശയമൊക്കെ ഉണ്ട്, നയനെയാണോ ഈ തന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ട്. അതേസമയം വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിൽ ഡോക്ടർ അവരോട് പറയുകയാണ് കേട്ടോ, നയനയാണ് ബ്ലഡ് കൊടുത്തത്, നയനെപ്പോലെ ഒരു നല്ല കുട്ടിയാണ്, പിന്നെ നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ജലജ പറയാം ഡോക്ടറോട് അവൾ എല്ലാവരെയും അങ്ങ് മയക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ് നിങ്ങളുടെ അനന്തപുരിയിലെ കുടുംബകാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കെല്ലാം നയനയോട് ദേഷ്യം എന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഡോക്ടർ പോയി കഴിയുമ്പം ജാനകിയും ജലജയും കൂടെ പറയണം ഡോക്ടർ വരെ മയങ്ങിയിരിക്കുക, എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ മയങ്ങിയിരിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം ജലജ പറയാണ് പല മായക്കാഴ്ചകളും മായത്തരങ്ങളൊക്കെ അവിടെ കയ്യിലുണ്ട്, അങ്ങനെ എല്ലാവരെയും അങ്ങ് മയക്കി വെച്ചിരിക്കുക, വീട്ടിലെ ആണുങ്ങളെ എല്ലാം ആണെങ്കിലും മയക്കിയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ദേവയാനിയുടെ സ്ഥിതി വളരെ മോശമാകുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ വിളിപ്പിക്കുകയാണ് ആദർശിനെയൊക്കെ. പിന്നെ ഓടി വരികയാണ് അവരൊക്കെ. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് അമ്മയുടെ സ്ഥിതി ഇത്തിരി മോശമായിട്ടുണ്ട്, നേരത്തെ പോലെ അല്ല എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ ബ്ലഡൊക്കെ മാറ്റിയില്ലേ, ബ്ലഡ് മാറ്റിയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അവയവങ്ങൾക്കൊക്കെ ചിലപ്പം കാര്യമായി എന്തെങ്കിലും കുഴപ്പം വരാം, ലിവറിനോ കിഡ്നിക്കോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാമെന്ന് ഞാൻ അറിയിച്ചതല്ലേ ആദർശ് എന്ന് പറയണം. അതേ ഡോക്ടർ, പക്ഷേ പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ എന്ന് പറയണം. അത് പ്രശ്നമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ലിവർ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലിവർ മാറ്റി വയ്ക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാകും. ആരെങ്കിലും ലിവർ തരാനായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ് അതെങ്ങനെയാണ് ഡോക്ടർ ഇത്ര പെട്ടെന്നൊരു ഡോണറെ കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാം അത് തന്നെയല്ല ആദർശ്, ഇത് കുറച്ച് നൂലാമാലകളൊക്കെയുള്ള കാര്യമാണ്, പക്ഷേ ദേവയാനിക്ക് പെട്ടെന്ന് തന്നെ വേണം താനും, അല്ലെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കുറേ നാളൊക്കെ എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് റിലേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷനിലുള്ള ഒരാളാണെങ്കിൽ മാത്രം പ്രശ്നമൊന്നും അധികം ഉണ്ടാവില്ല, ഒത്തിരി പ്രശ്നമില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാത്തവരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒത്തിരി പ്രശ്നങ്ങളാകും. അപ്പോൾ ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ തന്നെ ആയിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ആദർശ് പറയാണ് അത് നയനയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട്. അപ്പോഴേക്കും ഡോക്ടർ പറയാണ് കേട്ടോ ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ചേരുമെന്ന് എനിക്കറിയാം, പക്ഷേ അത് നടക്കില്ല ആദർശ്, ആ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ്. ഇനിയിപ്പോൾ കരളും കൂടി എടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഡോണറായിട്ട് ആ കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതും ഒരു പ്രശ്നമാകും. ആ കുട്ടിയുടെ ബോഡി ഇപ്പോൾ വീക്കാണ്, ഇനി അങ്ങനെ ഒരു സർജറി, ഒരു വലിയ സർജറി തന്നെയാണ്, അത് ഒത്തിരി കെയറൊക്കെ ചെയ്യേണ്ടതാണ്, സർജറി കഴിഞ്ഞും കുറേ നാൾ കെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അതിനുള്ള ആരോഗ്യസ്ഥിതി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്കും അറിയാം ഡോക്ടർ, വേറൊരു ഡോണർ, പിന്നെ അനിയൻ്റെ ഒരു വൈഫുണ്ട് അനാമിക. അപ്പോൾ ഡോക്ടർ പറയാണ് ആ കുട്ടിയോട് ചോദിച്ചു നോക്കൂ, ആ കുട്ടിയുടെ ബ്ലഡുമായിട്ട് ചേരുമെങ്കിൽ ആരോഗ്യമുള്ള ആളാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഉപകാരം ചെയ്താൽ ദേവയാനിയുടെ ജീവന് ആപത്തില്ലാതിരിക്കും, ഇല്ലെങ്കിൽ നമ്മളിനി ഡോണറെയൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് ആകപ്പാടെ വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വിവരം നയനയും കൂടെയുണ്ട്. അപ്പം നയനയോട് പറയുന്നുണ്ട്. അപ്പം നയന പറയാണ് ആദർശേട്ടാ ഞാൻ കൊടുക്കാം, എൻ്റെ ലിവർ എടുത്തോട്ടെ, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഒത്തിരി പേരൊക്കെ ചെയ്യുന്നതല്ലേ ഈ കാര്യം എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അത് പറ്റില്ല നയനെ, ഡോക്ടർ ഇത് പറഞ്ഞു, നിൻ്റെ ലിവർ എടുത്താൽ നടക്കില്ല, നിനക്ക് ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയുടെ കണ്ടീഷൻ മോശമാവുകയാണ് കേട്ടോ. അപ്പോൾ അനന്തപുരിയിലെല്ലാം ഈ വിവരങ്ങളൊക്കെ ഇങ്ങനെ അറിയുകയാണ്. അപ്പോഴേക്കും അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ചേരുന്നതാണല്ലോ. അപ്പോൾ അനിയോട് പറയാണ് ആദർശ, അനി നീ അനാമികയായിട്ടൊന്ന് സംസാരിച്ച് നോക്കുക, അനാമിക സമ്മതിച്ച ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഓക്കെ ആകുകയാണെങ്കിൽ നമുക്ക്
അനാമികയോട് ലിവർ എടുക്കാം എന്ന് പറയാണ്. അനാമികയെ ഡോണറായിട്ട് എടുക്കാം എന്ന് പറയുമ്പോൾ അനി പറയാണ്, എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുള്ള ആദർശേട്ടാ, പക്ഷേ അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് ബ്ലഡ് കൊടുക്കുന്ന കാര്യം തന്നെ പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല. അവൾ ഒരിക്കലും അതിന് തയ്യാറല്ല. ബ്ലഡൊന്നും കൊടുത്തിട്ട് ഒരു സ്നേഹവും വേണ്ടെന്നാണ് പറഞ്ഞത്. അവളുടെ അച്ഛനും അമ്മയും വരെ നിർബന്ധിച്ചതാണ്, എന്നിട്ടും അവൾ സമ്മതിച്ചില്ല. പിന്നെയാണോ ഇനി ലിവർ എന്ന് ചോദിക്കുകയാണ്. എന്നാലും ആദർശ നയനയുടെ എടുക്കാമെന്ന്, പക്ഷെ നയനയ്ക്ക് ബോഡി വീക്കായതുകൊണ്ട് ഡോക്ടർ സമ്മതിക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ അനി ചോദിക്കുകയാണ് കേട്ടോ അനാമികയോട്. അനാമിക അപ്പോൾ പറയാണ്, അനി എന്താ പറഞ്ഞത്? ഞാൻ ലിവർ കൊടുക്കണമെന്നോ? വേറെ വല്ല കാര്യം നോക്കനി. ഒരു ബ്ലഡ് കൊടുക്കാൻ പോലും ഞാൻ തയ്യാറല്ല. കാരണം എൻ്റെ ശരീരത്തിലെ അവയോ രക്തം ഒന്നും കൊടുത്തിട്ട് ആരുടെയും സ്നേഹവും ഒന്നും വേണ്ട. എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഇതിന് തയ്യാറല്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, നീ വിചാരിച്ചാൽ വല്യമ്മയുടെ ജീവൻ ഇപ്പോൾ ഒരു വല്ലാത്ത കണ്ടീഷനിലാണ്. അതുകൊണ്ടാണ് അനാമിയെ, ഏത് കണ്ടീഷനിലാണേലും അവരങ്ങ് മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ലിവർ തരാനോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല നീ എന്ന് പറയുക. അപ്പം പറയുന്നുണ്ട്, നീ വിചാരിച്ചാൽ എന്ന് പറയുമ്പോൾ പറയുക, നയനയില്ലേ, നയനയുടെ ബ്ലഡല്ലേ അന്ന് കൊടുത്തത്, അവളല്ലേ ബ്ലഡ് കൊടുത്തത്, അതുപോലെ അവളുടെ ലിവറും എടുക്കട്ടെ. അതെന്താ അതിന് ആദർശ് തയ്യാറാവാത്തത്? അപ്പം അറിയാം. അപ്പം ഭാര്യയ്ക്കൊന്നും വരരുത്. ഞാൻ ഇങ്ങനെ ലിവർ കൊടുത്ത് മരിച്ചു പൊക്കോണം. ഞാനെങ്ങാനും അതോടുകൂടി കിടപ്പിലായല്ലോ, അത് വലിയ സർജറിയൊക്കെയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല. ഇനി ഞാൻ മരിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ ഒരവയവും ഞാൻ കൊടുക്കാൻ തയ്യാറല്ല എന്ന് തീർത്ത് പറയാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ആ പാടെ വിഷമമൊക്കെ ആവുകയാണ്. അനി വന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, അവൾ അനാമിക അത് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൾ ഇനി മരിച്ചാലും അവളുടെ ഒരു അവയവവും കൊടുക്കാനൊന്നും തയ്യാറല്ല. അവൾക്ക് പേടിയാണെന്നാണ് പറഞ്ഞത്, സർജറിയുടെ കാര്യത്തിലൊന്നും. അത് തന്നെയല്ല, വല്യമ്മയുടെ ജീവൻ എന്തെങ്കിലും വന്നാലും അവൾക്കതൊന്നും പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. ആദർശേട്ടനെ അറിയാമല്ലോ അവളുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നത്, സാരില്ല, ഇനിയിപ്പോൾ നിർബന്ധിക്കാനൊന്നും പോകണ്ട, നമുക്ക് വേറെ വഴിക്ക് വല്ലതും അന്വേഷിക്കാം. നയന തയ്യാറാണ്, പക്ഷേ ഡോക്ടർ അതിന് സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിക്കാനായിട്ട്. അനർത്ഥങ്ങൾ തന്നെയാണല്ലോ ഇവിടെ നടക്കുന്നത്. ദേവയാനി ഓരോ വാശി പിടിച്ച് ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ദേവയാനി എന്തെല്ലാം അനുഭവിക്കുന്നത്, എന്താണ് ഈ വീട്ടിൽ ഈ നടക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതേസമയം നയന ആദർശിനോട് പറയാണ്, അമ്മയുടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് ഡോക്ടർ ഇന്നും പറഞ്ഞില്ലേ ആദർശേട്ടാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, നമ്മളൊരു ഡോണറെ അന്വേഷിക്കുന്നുണ്ട്, അതും റിലേഷനിലുള്ളതൊക്കെ വേണം എന്ന് പറയുമ്പം എവിടെ നിന്ന് നമ്മൾ ഒപ്പിക്കാനാണ് ഇത്ര പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് നയന, അതിനെന്താ, എൻ്റെ ലിവർ തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എനിക്ക് എന്താ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. അന്ന് ഇത്തിരി ടെൻഷനും ഫുഡൊക്കെ കഴിക്കാൻ കുറഞ്ഞത് പോയതുകൊണ്ടല്ലേ ഞാൻ തലകറങ്ങി വീണത്, അതൊക്കെ മാറി ആദർശേട്ടാ. എൻ്റെ ലിവർ എടുത്തെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയാം. ഞാൻ ഡോക്ടറെ പോയി കണ്ട് സംസാരിക്കാമെന്ന് പറയാം. അങ്ങനെ ആദർശും നയനയും കൂടെ ഡോക്ടറെ പോയി കാണുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യങ്ങളൊക്കെ ശരിയായോ, ദേവയാനി ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് എന്ന് പറയാണ്. അപ്പം നയന പറയാണ്, ഡോക്ടർ, എൻ്റെ ലിവർ എടുത്തോ, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല ഡോക്ടർ എന്ന് പറയുമ്പം ഡോക്ടർ എന്ന് പറയാണ്, കുട്ടി വെറുതെ അപകടത്തിലോട് ചാരരുത്, ഒരു ചെറു പ്രായമാണ്, ഈ സമയത്ത് തന്നെ ഇങ്ങനൊരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നതെന്ന് അറിയില്ല. ദേവയാനി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ്, സമ്മതിച്ചു, പക്ഷേ കുട്ടിയെ കൂടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. അപ്പം നയന പറയാം, ഡോക്ടറെ, എനിക്കൊരു ആരോഗ്യക്കുറവില്ല, അന്നിങ്ങനെ ടെൻഷനൊക്കെ അടിച്ചത് കൊണ്ട് മാത്രം തലകറങ്ങിയെന്നേ ഉള്ളൂ, ഇപ്പം എനിക്ക് അതൊന്നും പ്രശ്നമല്ല ഡോക്ടർ. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ ലിവർ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം. അമ്മയുടെ ജീവൻ രക്ഷിക്കണം, അത് തന്നെയാണ് അത്യാവശ്യം എന്ന് പറയുന്നത്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എൻ്റെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞാൻ അതിന് റെഡിയാണെന്ന് പറഞ്ഞ് നയന ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും നയനെ പെട്ടെന്ന് തന്നെ സർജറിക്ക് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനും കനകയും അപ്പുവും ഒക്കെ അറിയുന്നുണ്ട്. അപ്പം കനക അവിടെ കിടന്ന് കരയുവാണ്, ദൈവമേ, നയനെ ഇതെന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവരെന്തുമാത്രം അവളെ ദ്രോഹിച്ചതാണ്, ഇനിയിപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അവൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ. അപ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചിയുടെ കണ്ടീഷൻ മോശമാണ്, ചേച്ചിയുടെ ഹെൽത്ത് ഭയങ്കര വീക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും ചേച്ചിയുടെ നിർബന്ധം കൊണ്ടാണമ്മേ എന്ന് പറയുമ്പം കനകം പറയും, എങ്ങനെയെങ്കിലും അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കായിരുന്നു, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് വരികയാണ് കേട്ടോ. അതേസമയം നയന എല്ലാത്തിനും റെഡിയായി. നയനയെ സർജറിക്കായിട്ട് ബോധം കെടുത്തി കയറ്റി ആദർശിനോട് യാത്രയൊക്കെ പറഞ്ഞ് നയന പോവുകയാണ് കേട്ടോ. അങ്ങനെ നയനയുടെ സർജറി കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് നിൽക്കുകയാണ് ആദർശും അതുപോലെ തന്നെ നന്ദുവും
കനകവും ഒക്കെ. അപ്പോൾ സർജറി കഴിഞ്ഞ് ഡോക്ടർ വിളിക്കുകയാണ് ആദർശിനെ റൂമിലേക്ക്. എന്നിട്ട് പറയാണ്, ആദർശ് സർജറിയൊക്കെ കഴിഞ്ഞു, ലിവറൊക്കെ എടുത്തു, ദേവയാനിക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ നയനയുടെ കണ്ടീഷൻ വളരെ വീക്കാണ്. ഇതുവരെ നയനയ്ക്ക് ബോധം വീണിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണ്. എങ്ങനെയാണേലും ഒരു 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആകെ ആദർശിന് വെപ്രാളാവുകയാണ്. ഡോക്ടർ, നയനയുടെ ജീവൻ എന്തെങ്കിലും അതല്ലേ ഞാൻ പറഞ്ഞത്, അന്നേ ഞാൻ പറഞ്ഞില്ലേ ബോഡി വീക്കാണെന്നുള്ള കാര്യം. ആ കുട്ടിക്ക് ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇനി എങ്ങനെയാകും എന്താകും എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയാണ്. ദേവയാനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഉടനെ തന്നെ ബോധം വീണു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നന്ദു ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഞങ്ങൾക്ക് ഇനി നയനടുത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിക്കുമ്പോൾ ആദർശനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാവരും അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്